ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. പക്ഷേ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. കാരണം എനിക്ക് ആ ടോപ്പിലേക്ക് എത്തി അവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയണം. അവിടെ പൂജയൊന്നും ചെയ്യാനല്ല കേട്ടോ ഞാൻ പോകുന്നത്. എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്നാലും അറിയണം, എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയണം. അവിടുത്തെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട്. ഞാൻ പൊതുവേ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആണെങ്കിൽ എന്നെയൊക്കെ എന്നെ ദൈവം റിച്ചാക്കി മാറ്റിയാലേ. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ട രീതി നമുക്ക് മാത്രമേ അറിയൂ. ദൈവങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവങ്ങളില്ല എന്ന് തന്നെയാണ്. സോ ഇപ്പോഴൊന്നും അല്ല കഷ്ടപ്പെടാൻ തുടങ്ങിയത്. ജനിച്ച നാൾ മുതൽ എനിക്കറിയാവുന്ന പ്രായം തൊട്ട് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഇതുവരെ. നടക്കുമായിരിക്കും. ഇനിയും കഷ്ടപ്പെടാം. ചാവാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ, മരിക്കാൻ ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറ്റുന്ന ലോകം, ഈ ലോകം ഉണ്ടല്ലോ, ഈ സ്വർഗങ്ങൾ, ഇതൊക്കെ കണ്ട് മരിക്കണം എന്നാണ് ആഗ്രഹം. നടക്കട്ടെ. ഇതാ ആ കാണുന്നതാണ് കേട്ടോ ഏഴാമത്തെ മല. അതാണ് നമ്മൾ ആദ്യം കണ്ട ആ പീക്ക് പോയിന്റ്, ആ ടോപ്പ്, ആ പാറ. അതിൻ്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത് ഇനിയിപ്പം. ഇതിനാണ് നമ്മൾ ഏഴാമത്തെ മല എന്ന് പറയുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, കാരണം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. മലയുടെ എണ്ണമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഏഴാമത്തെ മല എന്ന് ആളുകൾ പറയുന്നു. നോക്കാം, എന്തായാലും കയറുക തന്നെ. ഫൈനലി അറ്റ് ദ ടോപ്പ്. അവിടെയാണ് കേട്ടോ കോവിൽ, വെള്ളിയാങ്കിരി സ്വാമികളുടെ കോവിൽ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ ആര് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ കേട്ടോ. അതിൻ്റെ ആളുകളൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഈ ഏഴാമത്തെ നില കുറച്ചും കൂടി പീക്കാണ് കേട്ടോ, കുറച്ചും കൂടി സ്റ്റീപ്പാണ്. അതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും കുഴപ്പമില്ല, വളരെ കുറച്ച് ഭാഗം മാത്രമേ സ്റ്റീപ്പായിട്ടുള്ളൂ. താഴോട്ടൊക്കെ കണ്ട ആളുകൾ വരുന്നുണ്ട്. കൊക്കയുണ്ട് താഴോട്ട്, വലിയ കൊക്ക.